എല്ലാവർക്കും സ്വാഗതം. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വസീഫാണ് നമ്മോടൊപ്പം ഉള്ളത്. നമുക്കറിയുന്ന പോലെ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള വി കെ സനോജാണ് മത്സരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ 60,963 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കെ കെ ശൈലജ ടീച്ചർ വിജയിച്ച ഒരു മണ്ഡലമാണ് മട്ടന്നൂർ. അപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഒരു യുവതലമുറയിൽപ്പെട്ട ഒരാൾ മട്ടന്നൂർ മത്സരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു എന്ന് പറയുന്നത് സുഹൃത്തു കൂടിയാണ് മത്സരിക്കുന്നത്, എങ്ങനെയാണ് കാണുന്നത്? സനോജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, സ്നേഹം, കരുതൽ, ഒരു പോരാളി എന്നുള്ള നിലക്ക് കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനവും യുവജനങ്ങൾക്ക് വലിയ ഇഷ്ടവുമുള്ളൊരു നേതാവാണ്. മട്ടന്നൂരാണെങ്കിൽ അദ്ദേഹം പഠിച്ച് വളർന്ന ഒരു പ്രദേശം എന്നുള്ള നിലക്ക് ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ ഒരു താല്പര്യം അദ്ദേഹത്തോടുണ്ട്, ഒരു കരുതൽ അദ്ദേഹത്തോടുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതെല്ലാം വോട്ടായി മാറും. അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ സംഘടന ഡിവൈഎഫ്ഐ കഴിഞ്ഞ കാലത്ത് കേരളത്തിലുടനീളം നടത്തിയ ഇടപെടലുകളുണ്ട്. ആ ഇടപെടലുകൾക്കൊക്കെയുള്ള ഒരു അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പ് മാറും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഭൂരിപക്ഷമുണ്ട്, ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ 1ാം റാങ്ക് ഞങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട വി കെ സനോജിനായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. സാധാരണ നിങ്ങൾ കുറേ ദിവസം വീടുകളിലൊക്കെ സന്ദർശിച്ചു, ഇന്ന് രാവിലെ നെല്ലൂന്നിയിലുണ്ടായിരുന്നു. എങ്ങനെയാണ് പൊതുവെ വോട്ടർമാരുടെ ഒരു പ്രതികരണം, എങ്ങനെയാണ് മനസ്സിലായത്? എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്, സനോജിനോട് നല്ല ഇഷ്ടമുണ്ട്. സനോജിൻ്റെ രാഷ്ട്രീയത്തോട് താല്പര്യമുണ്ട്. നാട്ടിലാണെങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഒരു തുടർച്ച ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഗവൺമെൻറ്റിന് എന്തെങ്കിലും ഒരു പോറലേറ്റാൽ അത് സഹിക്കാൻ പറ്റില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അവരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ UDF ഭരണകാലം ഓർമ്മയുള്ളവർക്ക് കുത്തഴിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. അധികാരത്തിന് വേണ്ടി വടംവലി, തമ്മിൽ തല്ല്, ഗ്രൂപ്പ് വഴക്ക്, ഇത് മാത്രമായിരുന്നല്ലോ അവരുടെ ഒരു മുഖമുദ്ര. ദീർഘവീക്ഷണത്തോടു കൂടി ഒന്നും നടപ്പിലാക്കിയിരുന്നില്ല. പെൻഷൻ പോലും മുടങ്ങിപ്പോയ കാലമായിരുന്നു നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, UDFൻ്റെ കാലത്ത് എന്നുള്ളത് നമുക്കറിയാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂട്ടുകയായിരുന്നു, കറണ്ട് ഉണ്ടായിരുന്നില്ല, റോഡ് ഉണ്ടായിരുന്നില്ല. ആകെ ഒരു കുത്തഴിഞ്ഞ ഒരു സമീപനമായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷ കാലയളവിൽ കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളുടെ ഒക്കെ മുകളിൽ രാജ്യത്ത് തന്നെ നമ്പർ 1 കേരളത്തെ മാറ്റുന്ന സാഹചര്യമുണ്ട്. അത് തുടരണം എന്നാണ് ഈ ജനം ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കണ്ണൂർ ജില്ല, നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് സംസാരിക്കുന്നത്, മട്ടന്നൂരാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ UDF 3 സീറ്റാണ് നേതൃത്വത്തിൻ്റെ ഒരു കണക്ക് പറയുന്നത്. അത് കണ്ണൂരും പേരാവൂരും ഇരിക്കൂറുമാണ് വിജയം ഉറപ്പിക്കുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഡിവൈഎഫ്ഐയുടെ ഒരു വിലയിരുത്തൽ? എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് സംപൂജ്യരാകും എന്നുള്ളതാണ്. കാരണം കണ്ണൂരിൽ നമ്മൾ കണ്ടതാണ്, കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ നടന്നൊരു വല്ലാത്ത ഒരു അധികാരത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമം. അദ്ദേഹത്തെ ഒതുക്കാൻ വേണ്ടി സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിൽ, VD സതീശൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു മറുശ്രമവും നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ഈ കണ്ണൂരിൽ നിന്ന് UDFന് ഒരു സീറ്റ് കിട്ടും എന്നില്ല. ഒന്നും കിട്ടില്ല, ഒറ്റ സീറ്റും UDFന് കിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഒരു സീറ്റും കിട്ടില്ല എന്നാണ് CPM ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഓരോ ആളുകളുടെയും പ്രതീക്ഷക്കൊത്ത് കാര്യങ്ങൾ നടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം നമുക്ക് വീണ്ടും എവിടെന്നെങ്കിലും കണ്ടുമുട്ടാമെന്ന് ഓർമ്മിച്ചുകൊണ്ട് താൽക്കാലികമായി ഇവിടെ പറയാം. ഓക്കെ, താങ്ക് യു. സത്യം പറഞ്ഞ ടോപ്പ് എത്തിയപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. എന്ത് രസമായിട്ടാ ഒക്കെ ഒരുക്കിയിരിക്കണേ. ഷോറൂം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം, സിമ്പിൾ ആൻഡ് എലഗന്റ്. കറക്റ്റ്, അവിടുത്തെ ഓരോ ആഭരണങ്ങളും പോലെ എലഗന്റ് അല്ലേ അമ്മ? അപ്പോ മോൾക്ക് മൊത്തത്തിൽ ഇഷ്ടമായിന്നാണ് അർത്ഥം അല്ലേ? എന്തോ ഒരു സംശയം. ടോപ്കോ എനിക്ക് ടോട്ടലി ഇഷ്ടമായി. മാത്രമല്ല അവരുടെ കസ്റ്റമർ അപ്രോച്ച്, ഇറ്റ്സ് റിയലി കമന്റബിൾ. ടോപ്കോ ജ്വല്ലറി, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.